വഖഫ് വിഷയത്തിൽ അടുത്ത തന്ത്രവുമായി കോൺഗ്രസ് രംഗത്ത്. വഖഫിന്റെ നിയമസാധുതയെ, ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമിടുന്ന ഒരു ബില്ലാണിതെന്നും ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 25, 26, 29, 300A എന്നിവ ബിൽ ലംഘിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം കേരളത്തിലെ ഇരുസഭകളിലും പാസായ ബില്ല് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ വൈകാതെ നിയമമാകും. ഈ സാഹചര്യത്തിലാണ് വ്യവസ്ഥകൾ ഭരണഘടന വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഭൂരിപക്ഷമുണ്ടെന്ന ധാർഷ്ട്യത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഒറ്റപ്പെടുത്തി നടത്തിയ നീക്കമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ ഈ നീക്കം കേരളത്തിലെ അടക്കം രാജ്യത്തെ ക്രൈസ്തവ മതവിഭാഗങ്ങളെയും ഇതര മതവിഭാഗങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഏകപക്ഷീയമായി രാജ്യത്ത് ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഇടപെടുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. എന്നാൽ അതിപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. മുസ്ലിം മതവിഭാഗത്തിൻ്റെ അവകാശങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ഘോരഘോരം വാദിക്കുന്ന, നിയമ പോരാട്ടം നടത്തുന്ന, പാർലമെന്റ് ഇരുസഭകളിലും വാദിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് എന്ന പാർട്ടി ഇത്രയും കാലം തങ്ങളുടെ ഒപ്പം നിന്ന ക്രൈസ്തവ സഭയെ കണ്ടില്ല. കേരളത്തിലെ മുനമ്പമടക്കമുള്ള പ്രദേശങ്ങളിൽ വഖഫിന്റെ ഈ കാടൻ നിയമം കൊണ്ട് എത്രയോ കാലമായി ദുരന്തം അനുഭവിക്കുന്ന ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിൻ്റെ വേദനകളും യാതനകളും അവരുടെ ആഴ്ചകളും മാസങ്ങളും നീണ്ട സമരങ്ങളെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ മത നേതാക്കന്മാർ കൈകൂപ്പി കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ഒക്കെ എംപിമാരോട് കരഞ്ഞു പറഞ്ഞിട്ടും കൈകൂപ്പി യാചിച്ചിട്ടും അതിനെയൊക്കെ നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസ് രാജ്യത്തൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങൾ വഖഫിനൊപ്പമാണ്, ഞങ്ങൾ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിനൊപ്പമാണ്, ഞങ്ങൾ വഖഫ് ബോർഡിനൊപ്പമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി. മണിക്കൂറുകൾ ഇരുസഭകളിലും ചർച്ച ചെയ്ത് പാസാക്കിയെടുത്ത ബില്ല്, ആ ബില്ല് അടിച്ചേൽപ്പിച്ചതാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നു. ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ CPMകാരും ഈ കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലണം. ചാണകം മുക്കിയ ചൂലുകൊണ്ട് അടിച്ചിറക്കും കേരളത്തിലെ കത്തോലിക്കർ. അത്രത്തോളം ദ്രോഹമാണ് ആ മനുഷ്യരോട് ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികളും ചെയ്തിരിക്കുന്നത്. എന്തു തെറ്റാണ് ഈ ക്രൈസ്തവർ, കേരളത്തിലെ ക്രൈസ്തവർ അല്ലെങ്കിൽ രാജ്യത്തെ ക്രൈസ്തവർ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ ഒരു മതവിഭാഗത്തിനെ പ്രീണിപ്പിച്ചോളൂ. ആ പ്രീണനം ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു മതവിഭാഗത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് ആ പ്രീണനം. ഇതാണല്ലോ ക്രൈസ്തവ സഭകൾ പറയുന്നത്. നിങ്ങൾ ഈ കാലോചിതമായ പരിഷ്കാരം വരുത്തണം. വഖഫിനെ പൂർണ്ണമായും ഒന്നും ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. വഖഫിനുള്ളിലെ ചില പഴഞ്ചൻ തീരുമാനങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം. അതിൽ 5 വ്യവസ്ഥകൾ മാത്രമാണ് പരിഷ്കരിക്കാൻ കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നത്. മറ്റുള്ളതിനെ നിങ്ങൾക്ക് എതിർക്കാം, എന്ത് വേണോ ചെയ്യാം. പക്ഷേ നിങ്ങൾ കാതലായിട്ടുള്ള ഏത് ഭൂമിയിന്മേലും വഖഫിന് അവകാശം ഉന്നയിക്കാനും അവകാശം ഉന്നയിക്കുന്ന ഉടൻ തന്നെ ആ ഭൂമി വഖഫ് ഭൂമിയായി മാറുമെന്നും അതിൻ്റെ അവസാന തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം വഖഫ് ട്രിബ്യൂണലിന് മാത്രമാണെന്നും ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ കോടതിയെ ഒന്നും സമീപിക്കാൻ കഴിയില്ലെന്നുമുള്ള കാടൻ നിയമങ്ങൾ മാത്രം പരിഷ്കരിക്കാനാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാലോ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട, മതേതരമായി ചിന്തിക്കേണ്ട, മതചിന്തയ്ക്ക് അപ്പുറത്തേക്ക് എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ചെയ്തതോ, കോൺഗ്രസ് ഏകപക്ഷീയമായി വഖഫിൽ നിലപാടെടുത്തു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, എംപിമാർ മുനമ്പത്ത് ചെന്ന് കള്ളക്കണ്ണീരൊഴുക്കി ആ ജനതയോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞത് വെറും പാഴ്വാക്കാണെന്നും പൊള്ളവാക്കാണെന്നും ഇപ്പോൾ ആ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണകൂടം മാത്രമാണ് ക്രൈസ്തവർക്ക് ഒപ്പമുണ്ടാകുള്ളൂ എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ തരാതരം പോലെ മതേതരത്വമെന്ന് പുറമെ പറയുകയും മതഭ്രാന്തമായ ചിന്ത കൊണ്ടു നടക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ മുന്നണികളാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി വരട്ടെ അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് കേരളത്തിലെ ക്രൈസ്തവർ ഒരുപോലെ പറയുന്നുണ്ട്. പാർലമെന്റിലെ ഇരുസഭകളിലും ഈ ബില്ല് പാസ്സായി.
ഇനി രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം മതിയാകും ഒരു നിയമമാകാൻ. എന്നിട്ടും നിയമ പോരാട്ടങ്ങളിലൂടെ അത് രാജ്യത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് തിട്ടൂരമിറക്കിയിരിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്. അതിനോ ലീഗിനെ സംരക്ഷിക്കുക. ലീഗും ഈ വിഷയത്തിൽ നിയമ പോരാട്ടവുമായി സുപ്രീം കോടതി സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിഷയം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ രാഹുൽ ഗാന്ധിക്കും സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും ധൈര്യത്തോടെ, തൻ്റെ ഇടത്തോടെ, അല്ലെങ്കിൽ ആത്മധൈര്യത്തോടെ വന്ന് മത്സരിക്കാനുള്ള ഒറ്റ സീറ്റ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വയനാട്. ആ സീറ്റ് ലീഗിൻ്റെ കുത്തകയാണ്, കോട്ടയാണ് എന്നുള്ളത് ഇവർക്കറിയാം. വയനാട്ടിലോ കോഴിക്കോട്ടോ മലപ്പുറത്തോ ലീഗ് കനിഞ്ഞാൽ മാത്രമേ കോൺഗ്രസ് തറവാട്ടിലെ പുതിയ അതിഥികൾക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് തറവാട്ടിൽ നിന്നുള്ള പുതിയ അംഗങ്ങൾക്ക്, നെഹ്റുവിൻ്റെ മക്കൾക്കും ചെറുമക്കൾക്കും പേരക്കുട്ടികൾക്കും സോണിയാഗാന്ധിയുടെ പേരക്കുട്ടികൾക്ക് വേണമെങ്കിലും ഇനി MP-യും മന്ത്രിയുമൊക്കെ ആകണമെങ്കിൽ കേരളത്തിലെ ലീഗ് കനിയണം. ലീഗിൻ്റെ തിണ്ണ നിരങ്ങണം ഈ നേതാക്കന്മാർ. പാണക്കാട് വീട്ടിലെത്തി അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങി, അനുവാദം വാങ്ങി വേണം കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ. അങ്ങനെ ഒരു അധികാരത്തിന് വേണ്ടി, ഒരു MP സ്ഥാനത്തിന് വേണ്ടി, ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എല്ലാ നിയമ സംവിധാനങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട്, എല്ലാ മതേതര കാഴ്ചപ്പാടുകളെയും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നത്. ഇതിന് ചരിത്രം കോൺഗ്രസിന് തിരിച്ചടി നൽകും. വഖഫിൽ തട്ടി കോൺഗ്രസ് തകരും. കേരളത്തിലെ കോൺഗ്രസിന് ഇത്രയും കാലം താങ്ങും തണലുമായി നിന്നത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അടക്കം ക്രൈസ്തവ മതവിഭാഗമായിരുന്നു. കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ നട്ടെല്ലും കരുത്തും ക്രൈസ്തവ മതവിഭാഗങ്ങളായിരുന്നു. ആ ക്രൈസ്തവർ ഇത്രയും കാലം ചെയ്ത നന്മയ്ക്ക് ഒരു നന്ദിയുമില്ലാതെ അവരെ ചവിട്ടി അരച്ചുകൊണ്ടാണ് കേരളത്തിലെ അടക്കം രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതിനുള്ള തിരിച്ചടി കോൺഗ്രസിന് കിട്ടിയിരിക്കും. കാലം കോൺഗ്രസിന് വലിയ പടുകുഴിയാണ് കാത്തുവച്ചിരിക്കുന്നത്.